ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനറ്റമിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ മക്കൾ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന നമ്മുടെ നാളെ നടത്താൻ പോകുന്ന ബേസിക് സയൻസിന്റെ എക്സാം എഴുതാൻ പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആ ഒരു സ്കൈ നിയർ അറ്റ് ഹാൻഡ് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ നക്ഷത്ര ഗണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എന്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും ടൈം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എക്സാമിൻ ദ ഇമേജ് ഓഫ് ദി കോൺസ്റ്റലേഷൻ ഗിവൺ ബിലോ, ഇമേജ് 1 ആൻഡ് ഇമേജ് 2. അതായത് താഴെ തന്നിരിക്കുന്ന നക്ഷത്ര ഗണങ്ങളുടെ ചിത്രങ്ങൾ പരിശോധിക്കുക. അപ്പൊ 2 നക്ഷത്ര ഗണങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്, അത് പരിശോധിക്കണം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഐഡന്റിഫൈ ദ നെയിം ഓഫ് എ കോൺസ്റ്റലേഷൻ ഇൻ ദി ഇമേജസ്. തന്നിരിക്കുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇൻ വിച്ച് മന്ത് ക്യാൻ ബി കോൺസ്റ്റലേഷൻ ഇൻ ഇമേജ് 1 ബി സീൻ ഇൻ ദി സ്കൈ. ചിത്രം 1 നക്ഷത്ര സമൂഹം ഏത് മാസത്തിലാണ് ആകാശത്തിൽ കാണുന്നത് എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു തരണം കേട്ടോ. അതാണ് ചോദ്യം നമ്മുടെ. ഇനി ചിത്രം 2 എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു? ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ദി ഇമേജ് 2. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ നെയിം ഓഫ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്പ് വിത്ത് എ സ്കൈ വാച്ചിങ്. അതായത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് വൺ ബൈ ആയിട്ട് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രം 1ഉം ചിത്രം 2ഉം നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ചിത്രം 1 എന്ന് പറയുന്നത് എന്താണ്? യെസ്, വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ആണ്. ഇനി ചിത്രം 2 എന്ന് പറയുന്നത് നമുക്ക് പറയാം സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ വലിയ തവി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നക്ഷത്രഗണമാണ്. ഇനി രണ്ടാമത്തേത് നമ്മുടെ ചിത്രം 1 എന്ന് പറയുന്നത് ഏത് മാസത്തിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിത്രം 1 ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമുക്ക് പറഞ്ഞു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ആണ്. അപ്പൊ ഈ ഒരു നക്ഷത്രഗണം നമുക്ക് ആകാശത്തിൽ കാണാൻ പറ്റുന്നത് ഡിസംബർ മാസമാണ്. ഇനി അതുപോലെ തന്നെ ചിത്രം 2 എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ പറ്റും? ഈ ചിത്രം 2 എന്ന് പറയുന്നത് സപ്തർഷികളാണ് അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ ആണ്. വലിയ തവി, ആ ഒരു തവിയുടെ രൂപത്തിലാണ് നമുക്ക് ഈ പറയുന്ന നക്ഷത്രഗണം കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേര് വരാൻ കാരണം ഇവിടെ 7 നക്ഷത്രങ്ങളാണ് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഈ ഒരു ആകൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര നക്ഷത്രം ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് എണ്ണി നോക്കിയാൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. എത്രണ്ണമാണ്? 7 എണ്ണമാണ്. ഇനി അടുത്തത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? അപ്പൊ അത് നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെലേറിയം എന്നാണ് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേട്ടക്കാരനെ പറ്റി ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഡിസംബർ മാസത്തിൽ കാണുന്നതാണ്, കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന ഒരു നക്ഷത്ര ഗണമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മരുഭൂമിയിലൂടെയും അതുപോലെ തന്നെ കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണ്. ഇത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ദിശ അറിയാൻ സഹായിക്കുന്ന ഒരു നക്ഷത്ര ഗണം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ പറയുന്ന ഓറിയോൺ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഓറിയോണിന്റെ ആ ഒരു നക്ഷത്രക്കൂട്ടത്തിൽ നമുക്കൊരു റെഡ് കളറിൽ ഒരു സ്റ്റാർ കാണാൻ പറ്റും. ഇത് തിരുവാതിരയാണ് എന്നും കൂടി എന്റെ മക്കൾ നോട്ട് ചെയ്യുക. ഇനി ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാൻ പറ്റും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നമ്മുടെ സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ഈ ഒരു നക്ഷത്ര ഗണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിലാണ് നമുക്ക് കാണാൻ ഈ ഒരു നക്ഷത്ര ഗണം സാധിക്കുന്നത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇതിന് സപ്തർഷികൾ എന്ന പേര് വന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്നതിന്റെ ജസ്റ്റ് ഒരു മോഡേൺ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സെറ്റ് ആക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. അടിപൊളിയായിട്ട് ഇനി വരാൻ പോകുന്ന എക്സാം സെറ്റ് ആക്കി എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.